ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിദ്യ വിദൂസ് യൂട്യൂബ് ചാനൽ. പറഞ്ഞു നമ്മുടെ ഓണം ഇതാ ഇനി എത്താറായി പോയി. ഓണത്തിന് പൂക്കളൊക്കെ ഇട്ട് സെറ്റ് സാരി ഒക്കെ എടുത്ത് വരുമ്പോൾ കാണാൻ തന്നെ എന്ത് നല്ല ഒരു ഐശ്വര്യാണല്ലേ. തലയിൽ മുല്ലപ്പൂ ചൂടാതെ ആലൊരിക്കലും കംപ്ലീറ്റ് ആവില്ലല്ലോ. എന്നാ അതിന് പൈസ കൊടുത്ത് മുല്ലപ്പൂ ഒന്നും വാങ്ങാൻ നിൽക്കണ്ട. നമുക്ക് ഇന്ന് ഒറിജിനലിനെ വില്ലുന്ന ഒരു അടിപൊളി മുല്ലപ്പൂമാല ഉണ്ടാക്കി നോക്കിയാലോ. കുറച്ച് ടിഷ്യൂ പേപ്പർ മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആദ്യം നമ്മൾ ടിഷ്യൂ പേപ്പർ കുറച്ച് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ പീസുകളായിട്ടും അതുപോലെ കുറച്ച് വലിയ പീസുകളായിട്ടും കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ചെറിയ പീസും വലിയ പീസും രണ്ട് സെക്ഷനിലാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു തെർമോകോൾ ബോൾസ് ആണ്. ഇനി തെർമോകോൾ ബോൾസ് ഇല്ലാന്ന് വെച്ച് സങ്കടപ്പെടുന്നു വേണ്ട. ടിഷ്യൂ പേപ്പർ തന്നെ ചുരുട്ടിയെടുത്ത് ഒരു ചെറിയ ബോൾ പോലെയാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ അതിലൊരു തെർമോകോൾ ബോൾ ചെറുതായി മുറിച്ചെടുത്ത് ടിഷ്യൂ പേപ്പറിനുള്ളിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചുരുട്ടി ബോളാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് വലിയ പീസ് ടിഷ്യൂ പേപ്പറിൽ വെച്ച് ചുരുട്ടിയെടുത്തിട്ട് ഒന്ന് തണ്ട് പോലെയൊക്കെ ചെയ്തെടുക്കുക. ഇനി നമ്മുടെ മുല്ലമൊട്ട് ഒറിജിനൽ പോലെ തോന്നിക്കാനുള്ള ആ ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ വലിയ പീസ് ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് നമ്മളൊന്ന് തണ്ട് പോലെ ചെയ്തെടുത്തില്ലേ, അതിനുശേഷം ആ ബോൾ പോലെയുള്ള ഭാഗത്ത് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൂർപ്പിച്ചെടുക്കുക. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇപ്പൊ കാണുമ്പോൾ നമ്മൾ ഒറിജിനൽ മുല്ലമൊട്ടിന്റെ ഒരു ലുക്കില്ലേ. അങ്ങനെ ഞാൻ സമയം കിട്ടുമ്പോൾ ഒത്തിരി മുല്ലമൊട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ്. മുല്ലമൊട്ടിന്റെ തണ്ടിന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കണ്ടേ. അതിനായിട്ട് ലൈറ്റ് ഗ്രീൻ കളർ പെയിന്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പെയിന്റ് ചെയ്തെടുക്കാനായിട്ട് ബ്രഷിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. അതാണ് ശരിക്കും എളുപ്പം, വേഗം പണി കഴിഞ്ഞ് കിട്ടും. നമ്മൾ വിരലൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കുക, കുറച്ച് ഗ്രീൻ കളർ ഒന്ന് ടച്ച് ചെയ്യുക, എന്നിട്ട് മുല്ലമൊട്ടിന്റെ തണ്ടിലൊന്ന് അമർത്തി തിരിച്ചെടുക്കുക. വലിയ പണിയൊന്നുമില്ല, ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത മുല്ലമൊട്ടുകളൊക്കെ ഒന്ന് നോക്കിയേ. നല്ല ഒറിജിനൽ മുല്ലമൊട്ടുകൾ പോലെ തന്നെ ഉണ്ടല്ലേ കാണാൻ. എന്താ ഒരു സ്മെല്ല് എന്ന് പറയാൻ സ്മെല്ലൊന്നും ഇല്ല, ചുമ്മാ ഒന്ന് മണത്ത് നോക്കിയതാ. ഇനി മുല്ലമൊട്ടുകൾ നമുക്ക് കോർത്തെടുക്കണ്ടേ. അതിനായിട്ട് നൂലോ എംബ്രോയിഡറി ത്രെഡോ അങ്ങനെ നമ്മളെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അങ്ങ് എടുക്കുക. ഏതെങ്കിലും സ്റ്റാൻഡിലോ മറ്റോ അതുപോലെ ചുറ്റിയെടുത്തിട്ട് വീഡിയോ കാണുന്നത് പോലെ അടിയിൽ 2 നോട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ മുല്ലമൊട്ട് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ വലത് കയ്യിലുള്ള ആ ഒരു നൂല് അതിന്റെ ലെങ്ത് കുറച്ച് അധികം എടുക്കണേ. ട്രഡീഷണൽ ആയിട്ട് മുല്ലമൊട്ട് കിട്ടുന്ന ഒരു രീതിയുണ്ട്, ആ രീതിയിൽ ഞാനൊന്ന് പയറ്റി നോക്കി, അതേറ്റില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും മുല്ലമൊട്ടുകൾ എന്റെ കയ്യിൽ നിൽക്കുന്നില്ലാന്ന്. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഇതും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇനി മുല്ലമാലയൊക്കെ കോർക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല സിമ്പിൾ മെത്തേഡാണ്. ഇനി എടുത്തിരിക്കുന്ന നൂലിൽ നമുക്ക് മുല്ലമൊട്ട് കോർക്കണ്ടേ. അതിനായിട്ട് നമ്മുടെ ആ ത്രെഡിന്റെ ഗ്യാപ്പിലൂടെ 2 സൈഡിലേക്കായിട്ട് മുല്ലമൊട്ട് കയറ്റിയിടുക. മുല്ലമൊട്ടുകൾ നമ്മുടെ വിരൽ കൊണ്ടൊന്ന് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം നമ്മൾ ആദ്യം ചെയ്ത ഒരു നോട്ടില്ലേ അതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ഒരു നോട്ട് ഇട്ടെടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല, വീഡിയോ കാണുമ്പോഴായിരിക്കും കൂടുതൽ മനസ്സിലാവുക. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ മുല്ലമുട്ടും മുല്ലമാലയൊക്കെ? എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് എന്റെ വിശ്വാസം. ആ ഇഷ്ടം കാണിക്കാനായിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊന്ന് കമന്റിലൂടെ അറിയിക്കണേ. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഉണ്ടാക്കിയെടുത്ത മുല്ലമാല തലയിലും കൂടി ഒന്ന് ചൂടി നോക്കണ്ടേ. ഇത് കൊള്ളാലോ. സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഉള്ളവരൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായി എന്ന് പറഞ്ഞു കേട്ടോ.